ഈ പേടിയുടെ വകുപ്പിൽ നമ്മുടെ ജീവിതത്തിൽ രണ്ട് കാര്യങ്ങൾ അനുഭവിക്കലുണ്ട്. ഒന്ന് ഫിയർ അഥവാ പേടി എന്ന് പറയുന്നത് തന്നെ എന്തിനോടെങ്കിലുമൊക്കെ പെട്ടെന്ന് പേടിക്കുന്ന കാര്യങ്ങൾ അല്ലെ. പിന്നെ ഒന്ന് നമ്മൾ അനുഭവിക്കുന്നത് ഉത്കണ്ഠയാണ്, ആങ്സൈറ്റി ആണ് അല്ലെ. പേടി ജീവിതത്തിൽ നമ്മൾ എപ്പോഴെങ്കിലും ആയിട്ട് എന്തിനോടെങ്കിലുമൊക്കെ പേടിക്കും, ഉറപ്പാണ്. എല്ലാ മനുഷ്യന്മാരും എന്തിനോടെങ്കിലുമൊക്കെ പേടിക്കാറുണ്ടാവും അല്ലെ, പൊതുവെ പേടിക്കാറുണ്ടാവും. എന്നാൽ ഈ ആങ്സൈറ്റി, ഉത്കണ്ഠ നമുക്ക് ആവശ്യമുള്ളതാണോ? ഇപ്പൊ നിങ്ങൾ പലരും ചിന്തിക്കുന്നുണ്ടാവും, ആക്ച്വലി ആങ്സൈറ്റി നമുക്ക് ആവശ്യമില്ലാത്ത ഒന്നല്ലേ, ആങ്സൈറ്റി ഒരു പ്രശ്നമല്ലേ, ഉത്കണ്ഠ ഒരു പ്രശ്നമല്ലേ. എന്നാൽ ആങ്സൈറ്റിയും എന്താണ്, ഒരു നോർമൽ റെസ്പോൺസ് ആണ് അല്ലേ. ഇത് തമ്മിലൊരു വ്യത്യാസം ഇത്രയേ ഉള്ളൂ. ഒരു ഇമ്മീഡിയറ്റ് ത്രെറ്റിനോട്, നമ്മുടെ മുന്നിലുള്ള ഒന്നിനോട് നമ്മൾ പേടിക്കുന്നതിനെ, ഒരു പട്ടി കടിക്കാൻ വരുമ്പോൾ അല്ലെങ്കിൽ കുരച്ച് ചാടുമ്പോൾ നമ്മൾ പേടിച്ചിട്ട് ഓടണം, അല്ലെങ്കിൽ പട്ടി എന്ത് ചെയ്യും, പട്ടീൻ്റെ പണിയെടുത്ത് പോകും. അതിനെയാണ് നമ്മൾ പേടിയെന്ന് പറയുക. എന്നാൽ നാളെ വരാൻ പോകുന്ന അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ഒരു കാര്യത്തിനോട് ചിലപ്പോഴൊക്കെ പേടി ഉള്ളപ്പോഴേ നമ്മൾ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മുൻകൂട്ടി പ്രിപ്പയർഡ് ആയിട്ടുള്ളൂ. അടുത്ത മാസം വരാൻ പോകുന്ന എക്സാമിനെ കുറിച്ച് പേടി ഉള്ളപ്പോഴേ ഇന്നത്തെ എൻ്റെ സമയം ഞാൻ അതിനുവേണ്ടി മാറ്റി വെച്ചിട്ടുള്ളൂ അല്ലേ. അഥവാ പേടി ഇമ്മീഡിയറ്റ് ത്രെട്ട് നമ്മളെ സേവ് ചെയ്യുമ്പോൾ ആങ്സൈറ്റി ആണ് വരാൻ പോകുന്ന കാര്യങ്ങളിലേക്ക് നമ്മളെ ഇങ്ങനെ പ്രിപ്പയർഡ് ആക്കി കൊണ്ട് നടക്കണം. ഇത് രണ്ടും നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ രക്ഷിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഇമോഷൻസ് ആണ്. ആങ്സൈറ്റി ഒരു പ്രശ്നമാവാറുണ്ട്. പേടി നമ്മൾ പേടിക്കുമ്പോൾ പേടിക്കും അല്ലേ. എന്നാൽ ആങ്സൈറ്റി നമുക്കൊരു പ്രശ്നമാവാറുണ്ട്. ആങ്സൈറ്റി എപ്പോഴാണ് പ്രശ്നമാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളെ പ്രിപ്പയർ ചെയ്യിക്കാൻ ഇന്ന് നമുക്കൊരു ടെൻഷൻ തന്നിട്ട് നമ്മുടെ സമയം നമ്മൾ അതിലേക്ക് മാറ്റി വെക്കുന്നത് ലൈഫിൽ വേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്നാൽ അതേ ആങ്സൈറ്റി നമ്മുടെ പേഴ്സണൽ ലൈഫിനെ സിഗ്നിഫിക്കൻ്റ്ലി ഇമ്പാക്ട് ചെയ്യുമ്പോൾ, നമ്മുടെ പേഴ്സണൽ ലൈഫിനെ, സോഷ്യൽ ലൈഫിനെ, നമ്മുടെ ഒക്യുപ്പേഷനെ ഒക്കെ ബാധിക്കാൻ തുടങ്ങുമ്പോൾ, നമ്മുടെ നോർമൽ ടൈമിനെ എന്തെങ്കിലും ഒരു കാര്യത്തിലുള്ള ഒരു ആങ്സൈറ്റി, ഉത്കണ്ഠ ബാധിക്കാൻ തുടങ്ങുമ്പോഴാണ് അതൊരു പ്രശ്നമായിട്ട് നമ്മൾ കാണേണ്ടതുള്ളൂ. ആങ്സൈറ്റി ഉണ്ട്, ആങ്സൈറ്റി ഡിസോർഡറും ഉണ്ട്. ആങ്സൈറ്റി നേരത്തെ പറഞ്ഞതുപോലെ ജീവിതത്തിൽ ആവശ്യമുള്ളൊരു സാധനമാണ്. അതാണ് നമ്മളെ സർവൈവ് ചെയ്യാൻ വരെ പഠിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ നമ്മൾ കാട്ടിലായിരുന്നില്ലേ ജീവിച്ചിരുന്നത്. അന്ന് കാട്ടിൽ ജീവിച്ചിരുന്ന കാലത്ത് ആക്ച്വലി നമ്മൾ എവിടെയെങ്കിലൊക്കെ ഏതെങ്കിലും ഗുഹയിൽ, നമ്മളെന്ന് പറയുമ്പോൾ നമ്മുടെ ആൻസിസ്റ്റേഴ്സ് ഏതെങ്കിലും ഗുഹയിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക അല്ലേ. ഒരുപാട് പ്രഡേറ്റേഴ്സ് ഉണ്ട് അവിടെ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പെക്സ് പ്രഡേറ്റേഴ്സ് ഉണ്ട്. ഇപ്പൊ കടുവ ആയിക്കോട്ടെ, സിംഹം ആയിക്കോട്ടെ, ഇവയൊക്കെ വേട്ടയാടാൻ വരുന്നത് വരെ ആ മനുഷ്യന്മാരുടെ കൂട്ടം എപ്പോഴും എന്തായിരിക്കും, പരസ്പരം സ്നേഹിക്കുകയും പരസ്പരം സൗഹൃദങ്ങളും പാട്ടും ഡാൻസും ഒക്കെ ഉണ്ടാവും. വളരെ കൂളായിട്ട് നോർമൽ ആയിട്ടുള്ള ലൈഫ് ആയിരിക്കും. പക്ഷെ ഒരു പ്രഡേറ്റർ അവിടെ എവിടെയെങ്കിലും വന്നാൽ, ഒരു സിംഹമോ പുലിയോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ പരിപാടിയൊക്കെ നിൽക്കും. പിന്നെ മനുഷ്യൻ എപ്പോഴും ഇങ്ങനെ ആന്റിസിപ്പേറ്റ് ചെയ്യാണ് ചെയ്യുക, ആ ത്രെറ്റ് എവിടെയാണുള്ളത്, അതിനെ എങ്ങനെയാണ് ഇല്ലാതാക്കാന്ന്. പകരം കൂളായിട്ടാണ് എപ്പോഴും നിൽക്കുന്നതെന്നുണ്ടെങ്കിലോ, കാട്ടിലുള്ള ഈ പറയുന്ന ആളുകളൊക്കെ എപ്പോഴോ ഈ മനുഷ്യന്മാരെ തിന്നു തീർത്തിട്ടുണ്ടാവും അല്ലേ. അന്ന് പേടിച്ചത് കൊണ്ടാണ്, അന്ന് പേടിച്ചിട്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആലോചിച്ചത് കൊണ്ടാണ് ഇന്ന് നമ്മൾക്ക് ബാക്കിയുള്ളത്. അപ്പൊ പേടിയാണ് ഒരു മനുഷ്യനെ ഏതൊരു സാഹചര്യത്തിലും സർവൈവ് ചെയ്യാൻ സഹായിച്ചിട്ടുള്ളത്. അല്ലാതെ നമ്മൾ അനുഭവിക്കുന്ന ഒരു പോസിറ്റീവ് ഇമോഷൻസും അല്ല. പക്ഷെ അതൊരു ഡിസോർഡർ ആകുന്നത് എങ്ങനെയാണ്, നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു പേഴ്സണൽ ലൈഫിനെ അത് സിഗ്നിഫിക്കൻ്റ്ലി ഇമ്പയർ ചെയ്യുമ്പോൾ അതൊരു ഡിസോർഡർ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ആങ്സൈറ്റി നമ്മുടെ തലക്കുള്ളിലെ ഒരു എമർജൻസി അലാം പോലെയാണ്. ഒന്നുമില്ല, വരാൻ പോകുന്ന ഒരു അപകടം നോക്കിയിട്ട് അത് നമ്മൾ അലേർട്ട് ചെയ്യും. അതിങ്ങനെ അലാം അടിക്കും അല്ലേ, എമർജൻസി അലാം പോകുന്നത് പോലെ. അപ്പൊ നമുക്കൊരു അപകടം മനസ്സിലാവും, നമ്മൾ അതിനനുസരിച്ച് മുൻകൂട്ടി പ്രിപ്പയർഡ് ആവും. ഇതാണ് ആങ്സൈറ്റി നമ്മളോട് ചെയ്യുന്ന ഒരു ഉപകാരം എന്ന് പറയുന്നത്. എന്നാൽ ഇത് എല്ലാ കാര്യത്തിലും സംഭവിക്കുമ്പോഴും, അങ്ങനെ നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ ആങ്സൈറ്റി അനുഭവിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിനെ ബാധിക്കുമ്പോൾ, അത് 3 തരത്തിലാണ് നമ്മൾ ബാധിക്കാറ്. ഒന്ന്, ഒരു ആങ്ഷ്യസ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ഫിസിക്കലായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അല്ലേ. നമ്മൾ ചില സമയങ്ങളിലൊക്കെ നമ്മളൊക്കെ പേടിച്ചിട്ടുണ്ടാവുമല്ലോ. എന്നാലോചിച്ച് നോക്ക്, നമുക്ക് ശരീരത്തിൽ കുറേ ബുദ്ധിമുട്ടുകൾ തോന്നാറില്ലേ. നെഞ്ഞത്ത് ഇങ്ങനെ പെരുമ്പറ കൊട്ടുന്നുണ്ടാവും ചിലപ്പോൾ. ഇപ്പോൾ നമ്മളൊരു സ്റ്റേജിലേക്കൊക്കെ കയറുന്ന സമയത്തൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവും. അതാണ് ഫിസിക്കൽ സിംറ്റംസ്. ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഇപ്പം നെഞ്ഞിരിപ്പ് കൂടും, കിതപ്പ് കൂടും, അതേപോലെ തന്നെ വയറിലൊരു ഗുളുഗുളു ഫീലിംഗ് ഒക്കെ വരും അല്ലേ. ബട്ടർഫ്ലൈസിന്റെ സ്റ്റൊമക്ക് ഒക്കെ പലപ്പോഴും നമുക്ക് ഫീൽ ചെയ്തിട്ടില്ലേ. ഇങ്ങനെ കുറെ ഫിസിക്കൽ ഡിസ്റ്റർബൻസസ് തന്നെ ആങ്സൈറ്റിയുടെ ഭാഗമായിട്ടുണ്ടാവും. അതാണ് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം. അതേപോലെ തന്നെ നമ്മളെപ്പോഴും നെർവസ് ആയിരിക്കും. നമുക്ക് അതിൻ്റെ ഒരു ഇമോഷണൽ ആസ്പെക്ട് അഥവാ ആങ്സൈറ്റി നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്തുകൊണ്ടേയിരിക്കും. കൂടെ അത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തിനാണോ നമ്മൾ പേടിക്കണേ, അത് ഒരു കാര്യവും പേടിക്കാനില്ലാത്തൊരു സംഭവമാണെങ്കിൽ പോലും
എന്തൊക്കെ ആലോചിക്കാൻ നമ്മുടെ ലൈഫിലുണ്ടെങ്കിലും ഇതല്ലാതെ വേറെ ഒന്നും തലയിലേക്ക് വരികയില്ല. അഥവാ ചിന്താപരമായിട്ട് ഈ ആങ്സൈറ്റി നമ്മളെ ബാധിച്ചുകൊണ്ടേയിരിക്കും. നമ്മളോട് ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക, പ്രശ്നം കേട്ടോ ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ വരാൻ പോകുന്നുണ്ട് കേട്ടോ, എന്താ ചെയ്യുക, ഇതിങ്ങനെ ചിന്ത നമ്മൾ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും ഒരു സമയത്ത്. അപ്പോൾ ആങ്സൈറ്റി വരുമ്പോൾ എങ്ങനെയാണ് അതിനെ മാനേജ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം അത് മാനേജ് ചെയ്യേണ്ടതാണോ എന്ന് ഐഡന്റിഫൈ ചെയ്യലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനെ പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പേഴ്സണൽ ലൈഫിൽ നമുക്ക് ഒരുപാട് ആങ്സൈറ്റീസ് ഉണ്ടാവണം, എങ്കിലും നാളേക്ക് വേണ്ടിയിട്ട് നമ്മൾ നന്നാവുകയുള്ളൂ, അല്ലേ? എന്നാൽ നമ്മുടെ റിലേഷൻസിൽ ഫോക്കസ് ചെയ്യാൻ ആങ്സൈറ്റി സമ്മതിക്കുന്നില്ല, ജോലിയിൽ ഫോക്കസ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല, സോഷ്യൽ ലൈഫിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിന് ശ്രദ്ധ കൊടുക്കണം, അത് മാനേജ് ചെയ്യേണ്ടതാണെന്നുള്ളത് മനസ്സിലാക്കണം. അല്ലാതെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ വരാൻ പോകുന്ന ഒരു പ്രശ്നം കാരണമാണല്ലോ ഞാൻ ഇങ്ങനെ അനുഭവിക്കുന്നത് എന്ന് വിചാരിക്കാതെ, അതിനോട് ഞാൻ ഇങ്ങനെ അലേർട്ട് ആവുന്നുണ്ടെങ്കിൽ അത് എന്നിൽ മാനേജ് ചെയ്യേണ്ട എന്തോ പ്രശ്നമുണ്ട്, ഞാൻ കുറച്ച് സെൻസിറ്റീവ് ആണ് ഈ പറഞ്ഞ കാര്യത്തിൽ എന്ന് മനസ്സിലാക്കാനും അതിന് ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട് എന്ന് അറിയലുമാണ് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്. അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു അലാം ഇങ്ങനെ ഓണായി കിടക്കുന്നത് പോലെ നമ്മുടെ ആ ഫിസിക്കൽ സിംറ്റംസ്, ശാരീരികപരമായിട്ടുള്ള ഈ പറയുന്ന നെഞ്ഞിരിപ്പ്, കിതപ്പ്, ചിലപ്പോൾ ഷിവറിങ്, സ്വെറ്റിങ് ഒക്കെ ആങ്സൈറ്റിയുടെ ഭാഗമായിട്ടുണ്ടാവും. ഇതൊരു അലാം പോലെയാണ്, അത് ഓഫാക്കാതെ നമുക്കിതിനെ ഡീൽ ചെയ്യാൻ പറ്റൂല, അല്ലേ? അപ്പം നമ്മൾ പിന്നെ വർക്ക് ചെയ്യേണ്ടത് നമ്മളൊന്ന് റിലാക്സ്ഡ് ആവാൻ, നമുക്ക് ഈ പറയുന്ന ഫിസിക്കൽ സിംറ്റംസിനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലാണ്. അതിനെ കൺട്രോൾ ചെയ്താൽ മാത്രമേ നമുക്കൊന്ന് ഇരുന്നിട്ട് എന്താണ് പ്രശ്നം എന്നുള്ളതിനെ എടുത്തിട്ട് അതിന് വേണ്ട നല്ല ചിന്തകൾ അല്ലെങ്കിൽ അതിനെ മാനേജ് ചെയ്യാനുള്ള തോട്ട്സിലേക്ക് നമുക്ക് കിടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആങ്സൈറ്റിയുടെ ഫിസിക്കൽ സിംറ്റംസിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് റിലാക്സ് ചെയ്യാനും അതിനെ മാനേജ് ചെയ്യാനും പഠിക്കുക എന്നുള്ളതാണ്. ഇവിടെയൊന്നും സ്വന്തം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റിക്കോളണം എന്നില്ല കേട്ടോ. അതിൽ ചിലപ്പോൾ നമുക്കൊരു എക്സ്പേർട്ടിന്റെ സഹായം വേണ്ടി വരും, നല്ലൊരു സൈക്കോളജിസ്റ്റിന്റെ സഹായം വേണ്ടി വരും. അതിൽ കൃത്യമായിട്ട് ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകൾക്ക് നമ്മളെ കൃത്യമായിട്ട് അതിനെ സഹായിക്കാൻ പറ്റും. ഇനി ചിന്തകൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ കണ്ടിന്യൂസ് ആയിട്ട് അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അത് അല്ലേ, ഉറങ്ങാൻ പോലും സമ്മതിക്കാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, തലച്ചോറ് നമ്മളോട് പറയാണ് ഇതിനൊരു പരിഹാരം കാണാതെ നിങ്ങൾ ഉറങ്ങണ്ട. അതുകൊണ്ട് ചിന്ത ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, നമുക്ക് ഉറക്കം പോലും ഉണ്ടാവില്ല, ഭക്ഷണം ഉണ്ടാവില്ല. ചില ആളുകൾ കൂടുതൽ കഴിക്കും, കൂടുതൽ ഉറങ്ങും. അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചില ആളുകൾ അതിനോട് ഡിഫൻസ് ആയിട്ട് എടുക്കുക, അതിനെ ഫേസ് ചെയ്യാതിരിക്കാൻ ഉറങ്ങിയിട്ട് അതിനെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുകയോ ഭക്ഷണം കഴിച്ചിട്ട് അതിനെ ഡിസ്ട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുകയോ ചെയ്യുമ്പോഴാണ്. ചില ആളുകൾക്ക് ഭക്ഷണം ഉണ്ടാവില്ല, ഉറക്കം ഉണ്ടാവില്ല. ഇത് രണ്ടാണെന്നുണ്ടെങ്കിലും ആ തലയിൽ വരുന്ന ചിന്തകൾ അൺബെയറബിൾ ആയതുകൊണ്ടാണത്. ഫിസിക്കൽ സിംറ്റംസിനെ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്തത് ഫോക്കസ് ചെയ്യേണ്ടത് നമ്മളെ കണ്ടിന്യൂസ് ആയിട്ട് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന തോട്ട്സിനെയാണ്. അതിനെ മാനേജ് ചെയ്യാൻ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഒരു എക്സ്പേർട്ടിന് എന്ത് ചെയ്യാൻ പറ്റും, ആ കറക്റ്റ് തോട്ട്സിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനെ കൃത്യമായിട്ട് മാറ്റിക്കൊണ്ടുവരാൻ ഒരുപാട് തെറാപ്പീസ് ഉണ്ട്, ഒരുപാട് കൗൺസിലിംഗ് ടെക്നിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിവേ ഇൻ ടോട്ടൽ നമുക്ക് ആങ്സൈറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അത് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ഒരു നോർമൽ ജീവിതത്തിൽ നമ്മുടെ ഒരു വിധിയാണ് എന്നുള്ള രീതിയിൽ ഇരിക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ അതിനോട് നമ്മുടെ എല്ലാ കാര്യങ്ങളെയും ബാധിക്കുന്ന രീതിയിൽ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിൽ ഒരുപാട് കാര്യങ്ങൾ അതിൽ മാറ്റം വരുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊരു പ്രശ്നമായിട്ട് തന്നെ ആങ്സൈറ്റി ഉണ്ട്, ഇത് ഐഡന്റിഫൈ ചെയ്യലാണ്. രണ്ടാമത്തെ ഒരു കാര്യം ഇതാണ്, ആങ്സൈറ്റിയുടെ ഭാഗമായിട്ടുള്ള ഫിസിക്കൽ സിംറ്റംസിനെ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ട് മാനേജ് ചെയ്യാൻ പറ്റണം. മൂന്നാമത്തെ കാര്യം, ആ ഫിസിക്കൽ സിംറ്റംസിനെ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് തോട്ട്സിനെ മാനേജ് ചെയ്യാൻ കഴിയുള്ളൂ, അതിലേക്ക് കിടക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു എക്സ്പേർട്ടിന്റെ, ഒരു പ്രൊഫഷണലിന്റെ സപ്പോർട്ടും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആങ്സൈറ്റിയെ അധികം വൈകാതെ തന്നെ മാനേജ് ചെയ്യാൻ പറ്റും. അത് ഒരുപാട് സമയം എടുക്കാതെ തന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രശ്നമാണ് ആങ്സൈറ്റി എന്ന് പറയുന്നത്.